ഹലോ. ഇവൂസിൻ്റെ ബർത്ത്ഡേ ആണ് ജാൻ 12-ന്. അപ്പം ഒരു ചെറിയ ഫംഗ്ഷൻ പോലെ നടത്തുന്നുണ്ട്. അങ്ങനെ വലിയ ഫംഗ്ഷൻ ഒന്നുമല്ല, ഞങ്ങൾ വീട്ടുകാർ മാത്രം അങ്ങനെ ഒരു ഫംഗ്ഷൻ നടത്തുന്നുണ്ട്. അപ്പോൾ അതിന് ഞങ്ങൾ വിചാരിച്ചു ഒരു ഡ്രസ് കോഡ് ആക്കാം, എല്ലാവർക്കും സെയിം കളർ ഡ്രസ്സൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അല്ലറ ചില്ലറ സാധനങ്ങൾ കുറച്ചൊക്കെ വാങ്ങിക്കാനുണ്ട്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ വിചാരിച്ച് വൈകുന്നേരം ഇങ്ങനെ സംസാരിച്ചിരിക്കുമെന്ന് വിചാരിച്ച് എന്നാൽ ഇന്ന് പോയാലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പെട്ടെന്ന് ഇറങ്ങിയതാണ്. ഞങ്ങൾ മൂന്നാളേ ഉള്ളൂ, ഞാനും അമ്മയും ചേച്ചിയും. ഞങ്ങൾ ഡ്രസ്സ് എടുക്കാൻ ഇപ്പോൾ വന്നത് SM-ലാണ്. SM-ലെ ആയിഷു ഇല്ലേ, നമ്മുടെ മെറ്റീരിയൽസ് ഒക്കെ എടുക്കുന്നത്, അവിടെയാണ് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി വന്നത്. ഇവിടെ മെറ്റീരിയൽസ് അല്ലാണ്ട് ഇങ്ങനെ ഡ്രസ്സിൻ്റെ മുകളിൽ ഡിസൈൻ ചെയ്യുന്ന ഇങ്ങനെ ഒരു ഫ്ലവേഴ്സ് അങ്ങനെ കുറേ ഐറ്റംസ് ഇല്ലേ, അതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് ഞങ്ങൾ ഞങ്ങളുടെ ഡ്രസ്സിന് മാച്ചായിട്ടുള്ളൊരു ഇതൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് പിന്നെ ഞങ്ങൾ ആദ്യം ഞങ്ങളൊരു പിങ്ക് കളറിൽ ചെയ്യാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു തീം അനുസരിച്ചിട്ട് ഞങ്ങൾ ബലൂണൊക്കെ ഓൾറെഡി ഓൺലൈനിൽ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇവിടെ വന്ന് ഈ ഒരു എന്ത് കളർ അപ്പോൾ പറയാം, ലാവൻഡർ കളറ് അങ്ങനെയുള്ള ഒരു ലാവൻഡർ കളറിലുള്ള ഒരു ക്ലോത്ത് എടുത്തത്. അപ്പോൾ അത് അതിൻ്റെ ലൈനിങ് മെറ്റീരിയൽ വേറൊരു കടയിൽ നിന്നൊക്കെയാണ് വാങ്ങിച്ചത്. അപ്പോൾ കടകളിലൊക്കെ കയറി ഇറങ്ങി ഞങ്ങളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് SM-ലൂടെ. SM-ൽ ഫസ്റ്റ് ടൈമാണ് ഞങ്ങൾ നൈറ്റ് വരുന്നത്. ഇതിനു മുമ്പ് വന്നതൊക്കെ പകലാണ് വന്നിട്ടുള്ളത്, നൈറ്റ് ഇതുവരെ വന്നിട്ടില്ല. നൈറ്റ് വന്നപ്പോൾ വേറൊരു ഫീലായിരുന്നു കേട്ടോ. കാരണം ഈ ലൈറ്റും ഈ തിരക്കും ഈ ആംബിയൻസൊക്കെ നല്ല രസമുണ്ടായിരുന്നു. പകൽ വരുമ്പോൾ നമുക്ക് വെയിലൊക്കെ ഉണ്ടാകുമ്പം ആ ഒരു ചൂടും അതൊക്കെ കൂടി ആകുമ്പം നമ്മൾ പെട്ടെന്ന് ക്ഷീണിക്കില്ലേ. നൈറ്റ് ആണെങ്കിലും കുറേ നടക്കുമ്പോൾ നമുക്കൊരു ക്ഷീണം ഉണ്ടായിരുന്നു. എന്നാലും നൈറ്റ് ആംബിയൻസ് നല്ലതായിരുന്നു. അപ്പം കുറേ നടന്ന് ക്ഷീണിച്ചതുകൊണ്ട് പിന്നെ ഇവൂസും കുറച്ച് കരച്ചിലൊക്കെ തുടങ്ങിയായിരുന്നു. അപ്പം ഞങ്ങൾ അവിടുന്ന് SM-ൻ്റെ ഉള്ളിൽ തന്നെ ഒരു ജ്യൂസിൻ്റെ കടയിൽ നിന്ന് അവിടുന്ന് ജ്യൂസൊക്കെ കുടിച്ചു. അവിടെ ഒരു ജ്യൂസിൻ്റെ കടയുള്ള കാര്യം ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. ഞാൻ ഫസ്റ്റ് ടൈമാണ് കാണുന്നത് അവിടെ ഉള്ളിൽ അങ്ങനെ ഒരു കടയുള്ളത്. ഇതിൻ്റെ SM-ൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഒരു അടിപൊളി ഫലൂഡയും പിന്നെ ഒരു ഫലൂഡയൊക്കെ കിട്ടുന്ന ഒരു കടയുണ്ട്. പിന്നെ വേറൊരു റെസ്റ്റോറൻ്റ് ഒക്കെ ഉണ്ട്, നല്ല അടിപൊളി ബിരിയാണിയൊക്കെ കിട്ടുന്നത്. അവിടെ നിന്ന് ബിരിയാണി കഴിക്കുന്നൊരു വീഡിയോ ഞാൻ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്നും ഇതുപോലെ ഞങ്ങൾ മൂന്നാളും കൂടി ഇതുപോലെ ചുമ്മാ ഒന്ന് കറങ്ങാൻ എന്നുള്ള രീതിക്ക് ഇറങ്ങിയായിരുന്നു. അന്ന് ഞങ്ങൾ SM-ലൊക്കെ വന്ന് ഇവിടുന്ന് ഫുഡ് കഴിച്ച് നേരെ ബീച്ചിൽ പോയി അവിടെ കുറേ നേരം സ്പെൻഡ് ചെയ്തു. അങ്ങനെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ അമ്മയ്ക്ക് ആദ്യം 2-3 ചുരിദാർ വാങ്ങി. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ആക്ച്വലി ഞങ്ങൾക്ക് എന്നാൽ വീഡിയോ എടുക്കാമെന്ന് തോന്നിയത്. അതൊന്നും ഞങ്ങൾ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല, ഇന്ന് വീഡിയോ എടുക്കാനുള്ള ഒരു പ്ലാനും ഇല്ലായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ മെറ്റീരിയൽസ് വാങ്ങാൻ വന്നപ്പോഴാണ് എന്നാൽ പിന്നെ ഒരു വീഡിയോ എടുക്കാം, ഇവൻ്റെ ബർത്ത്ഡേൻ്റെ ഇങ്ങനെ ഷോപ്പിംഗ് എന്നൊക്കെ പറഞ്ഞ് അതൊക്കെ കാണിച്ചുകൊണ്ടൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത്. അങ്ങനെ അതെടുത്തു. പിന്നെ ഞങ്ങൾക്കുള്ള മെറ്റീരിയൽ എടുത്തു. ഞങ്ങൾ എന്താ പറയുക, ഗൗണായിട്ട് അടിക്കാനാണ് വിചാരിച്ചത്. ഗൗണെന്ന് പറയാൻ പറ്റില്ല, ഫ്രോക്ക് പോലെ അങ്ങനെ ഷോർട്ടാക്കിയിട്ട് അങ്ങനെ അടിക്കാനാണ് വിചാരിക്കുന്നത്. അപ്പോൾ അതൊക്കെ എടുത്തു. പിന്നെ ഞങ്ങൾ ഇവൂന് ഡ്രസ്സ് നോക്കി. ഇവൂന് ഡ്രസ്സ് ഞങ്ങൾ ആദ്യം പ്ലാൻ ചെയ്തത് കേക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് ഞങ്ങളുടെ അതേ ഷെയ്ഡിൽ വരുന്ന സ്കേർട്ടും ടോപ്പും അങ്ങനെയൊക്കെ ആക്കാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ഞങ്ങൾ തിരഞ്ഞിട്ട് കിട്ടിയില്ല കേട്ടോ. ഞങ്ങൾ കുറേ തിരഞ്ഞു, അത് ആ ഒരു മോഡൽ കിട്ടിയില്ല. പിന്നെ വിചാരിച്ച് ഞങ്ങളൊരു ഏതായാലും വന്നില്ല, അപ്പോൾ ഒരു വെസ്റ്റേൺ ടൈപ്പ് ഒരു ഡ്രസ്സ് വാങ്ങിക്കാം അങ്ങനെ വിചാരിച്ച്. അങ്ങനെ വിചാരിച്ച് ഞങ്ങൾ ഈ ഡ്രസ്സ് കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഇഷ്ടമായി. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രയൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ട് നോക്കിയായിരുന്നു. ഇട്ട് നോക്കിയപ്പോൾ പിന്നെ ഇവൂസ് അത് ഊരാൻ സമ്മതിച്ചില്ല. ലാസ്റ്റ് ഞങ്ങൾ ആ ഡ്രസ്സും ഇട്ടുകൊണ്ടാണ് വീട്ടിലേക്ക് വന്നത്. ആ ഡ്രസ്സ് ഇവൂസിനും നല്ല ഇഷ്ടമായി കേട്ടോ. ഇത് ഇട്ട് കഴിഞ്ഞപ്പോൾ അവിടെ മിററിൽ ഇങ്ങനെ നോക്കിയിട്ട് ഭയങ്കര ചിരിയും ഭയങ്കര ഇതൊക്കെ ആയിരുന്നു. അതൊക്കെ ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഞങ്ങൾ SM-ന്ന് തന്നെ ബർത്ത്ഡേക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റിയ കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങിച്ചു. അങ്ങനെ ഡെക്കറേഷൻ്റെ മാത്രം കുറച്ച് ഐറ്റംസ് ഉള്ള കടകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങിച്ചു. അങ്ങനെ ഇവിടുന്ന് ഞങ്ങൾ SM-ന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് അവിടെ ഓപ്പോസിറ്റ് സരോവരം മാനാഞ്ചിറ സ്ക്വയറിൻ്റെ അവിടെ ഒരു ലൈറ്റിൻ്റെ ഫങ്ഷൻ നടക്കുന്ന കണ്ടത്. ക്രിസ്മസും ന്യൂ ഇയർ ഒക്കെ ആണല്ലോ, അപ്പോൾ അതുമായിട്ട് അനുബന്ധിച്ചിട്ടുള്ള പ്രോഗ്രാമാണ്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് ഏതായാലും ഇവിടെ വന്നതല്ലേ, നൈറ്റുമാണ്, അപ്പോൾ ഇതുകൂടി കണ്ടിട്ട് പോകാമെന്ന്. യൂസിന് ഇങ്ങനത്തെ ലൈറ്റിൻ്റെ പ്രോഗ്രാം അങ്ങനത്തെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചെന്നാൽ അത് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു.
അങ്ങനെ കയറി അതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ വേറൊരു ലോകമായിരുന്നു കേട്ടോ. ലൈറ്റ് കൊണ്ട് കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. രക്ഷയുണ്ടായിരുന്നില്ല, നല്ല രസമുണ്ടായിരുന്നു കാണാൻ. പുറത്തുനിന്ന് കണ്ടപ്പം ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ ഇത്രയും തിരക്കുണ്ടാവുമെന്ന് വിചാരിച്ചില്ല കേട്ടോ. ഉള്ളിൽ കയറിയപ്പോഴാണ് അറിയുന്നത് ഇത്രയും തിരക്കുണ്ടെന്ന്. ആൾക്കാരെ കൊണ്ട് തട്ടിയും മുട്ടിയിട്ടും നടക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു, അത്രയും തിരക്കായിരുന്നു. പിന്നെ ഓൾറെഡി ലൈറ്റിൻ്റെ പ്രോഗ്രാമല്ല, അപ്പം നൈറ്റല്ലേ ഉണ്ടാവുക, അതുകൊണ്ടായിരിക്കും ഇത്രയും തിരക്ക്. ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. എന്താ പറയുക, ഞങ്ങൾക്ക് പരിചയമുള്ള ഒരുപാട് മുഖങ്ങളുണ്ടായിരുന്നു. കുറേ ആൾക്കാരൊക്കെ ഞങ്ങൾ കണ്ടായിരുന്നു. സ്ക്വയറിൻ്റെ ഒരു ഗേറ്റിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ് പെരുമണ്ണയിലേക്കുള്ള ബസ് നിർത്തുക. അപ്പോൾ ഞങ്ങൾ ബസ് കയറാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ ക്രോസ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ബസ് നിർത്തുന്നിടത്തിലേക്ക്. ഓൾറെഡി നൈറ്റ് ആയിട്ടുണ്ട്. നൈറ്റ് എത്ര മണി വരെ ഇവിടുന്ന് ബസ് ഉണ്ട് പെരുമണ്ണയിലേക്കെന്ന് അറിയില്ല. അപ്പോൾ ഞങ്ങൾ വേഗം പോകാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ബസ്സിനിപ്പോൾ വെയിറ്റ് ചെയ്യാണ്. ഇവിടെ പുറത്തിറങ്ങിയപ്പം ഫുള്ള് വണ്ടികൾ നിർത്തിയിട്ടിരിക്കുകയാണ്. ഇവിടെ നിന്ന് വണ്ടി നിർത്താൻ പോലുള്ള സ്ഥലമൊന്നുമില്ല, അത്രയും തിരക്കായിരുന്നു. അങ്ങനെ ഞങ്ങൾ ബസ്സിലൊക്കെ കയറി. ബസ് കയറിയപ്പം ഇവുവിൻ്റെ അടുത്ത് ഒരു ചെറിയ കുട്ടിയും ഉണ്ടായിരുന്നു. അപ്പോൾ ഇവൂസ് ആ കുട്ടീനെ നോക്കി ഇങ്ങനെ കളിക്കുകയായിരുന്നു. അങ്ങനെ ഞങ്ങളിതാ പെരുമണ്ണ എത്തി. പെരുമണ്ണ ഞങ്ങൾ ബസ് ഇറങ്ങി ഇവിടെ ദാന ബേക്കറി കയറിയിട്ട് ഒരു ജ്യൂസൊക്കെ കുടിച്ചു. അവിടെ ജ്യൂസ് കുടിക്കാൻ കയറിയപ്പോൾ ഇവൂസ് ആകെ കരച്ചിലും ബഹളമായി. അവൾ ഡ്രസ്സൊക്കെ ഊരി. അങ്ങനെ ഞങ്ങളിതാ ഇപ്പോൾ ഒരു ഓട്ടോ കിട്ടാൻ വേണ്ടിയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് സ്റ്റാൻഡിൻ്റെ അങ്ങോട്ടേക്ക്. പെരുമണ്ണ എത്തിയപ്പോഴേക്കും അവിടെ കടയൊക്കെ അടച്ചു തുടങ്ങിയായിരുന്നു. ആളുകളൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ ഓട്ടോ ഒക്കെ കയറി ഇതാ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ.